നമസ്കാരം, ഇൻഫോടെക്കിലേക്ക് സ്വാഗതം. സംസ്ഥാന നിയമസഭകളുടെ ബില്ലുകൾ വെച്ച് താമസിപ്പിക്കുന്നത് തടയാൻ രാഷ്ട്രപതിക്ക് 3 മാസത്തെ സമയപരിധി നിശ്ചയിച്ച സുപ്രീം കോടതിയെ കടന്നാക്രമിച്ച ഉപരാഷ്ട്രപതി ജഗദീപ് ധർക്കെതിരെ നിയമജ്ഞർ രംഗത്ത്. സുപ്രീം കോടതിക്ക് പ്രത്യേക അധികാരം നൽകുന്ന ഭരണഘടനയുടെ 142 അനുച്ഛേദം ആണവ മിസൈലാണെന്ന ഉപരാഷ്ട്രപതിയുടെ പരാമർശം ഒഴിവാക്കേണ്ടതായിരുന്നുവെന്ന് സർക്കാരിനെ പിന്തുണക്കുന്ന നിയമജ്ഞരും അഭിപ്രായപ്പെട്ടു. അതേസമയം വഖഫ് നിയമം മരവിപ്പിച്ചതിന്റെ അരിശം കൂടി സുപ്രീം കോടതിയോട് തീർത്ത BJP ഇങ്ങനെയെങ്കിൽ പാർലമെന്റ് പിരിച്ചുവിടുകയാണ് നല്ലതെന്ന് പറഞ്ഞ് ധർക്കറിനൊപ്പം നിന്നു. സുപ്രീം കോടതിക്ക് അതിന്റെ അധികാരപരിധി വിനിയോഗിച്ച് അതിന് മുമ്പാകെയുള്ള ഏതൊരു കേസിലും വിഷയത്തിലും പൂർണ്ണനീതി നടപ്പാക്കുന്നതിനാവശ്യമായ വിധിയെ ഉത്തരവോ പുറപ്പെടുവിക്കാം. നൽകിയ ഈ വിശേഷാധികാരം ഉപയോഗിച്ചാണ് ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ രാഷ്ട്രപതിക്ക് 3 മാസത്തെ സമയപരിധി നിശ്ചയിച്ചിട്ടുള്ളത്. ഉപരാഷ്ട്രപതിയുടെ പ്രസ്താവന ഞെട്ടിക്കുന്നതും വേദനാജനകവുമാണെന്ന് മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ. ജനങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമേകിയ ഒരു സ്ഥാപനം രാജ്യത്ത് അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് കോടതി മാത്രമാണ്. രാമജന്മഭൂമി 37 അനുച്ഛേദം റദ്ദാക്കാൻ തുടങ്ങിയ കോടതി തീരുമാനം അനുകൂലമാക്കുന്ന കേസുകളിൽ സുപ്രീം കോടതിയുടെ വിവേകത്തെ പ്രശംസിക്കുകയും ജസ്റ്റിസ് പർദിവാലയുടെ വിധി പോലെ തങ്ങളുടെ കാഴ്ചപ്പാടിനോട് യോജിക്കാതിരിക്കുമ്പോൾ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്ന സർക്കാർ നടപടി ആശങ്കാജനകമാണെന്ന് സിബൽ ചൂണ്ടിക്കാട്ടി. ഇത്തരം പ്രസ്താവനകൾ കോടതിയെ പാഠം പഠിപ്പിക്കുന്നത് പോലെയാണ്, നിഷ്പക്ഷരഹിതവും ഭരണഘടനാ വിരുദ്ധവുമാണ്. 142 അനുച്ഛേദത്തിലൂടെ വിശേഷാധികാരം നൽകിയത് ഭരണഘടനയാണ്. സമ്പൂർണ്ണ നീതി നടപ്പാക്കുന്നത് സർക്കാരല്ല, ഭരണഘടനയാണെന്ന് സിബൽ ഓർമ്മിപ്പിച്ചു. ഉപരാഷ്ട്രപതി സൃഷ്ടിച്ച എരിത്തിയിൽ എണ്ണയൊഴിച്ച BJP നേതാവും ലോക്സഭാ MPയുമായ നിഷ്കാന്ത് ദുബെ നിയമം സുപ്രീം കോടതി തന്നെയുണ്ടാക്കിയതാണെങ്കിലും പാർലമെന്റ് അടച്ചു പൂട്ടട്ടെയെന്ന് അദ്ദേഹം തുറന്നടിച്ചു. രാജ്യത്ത് മതപരമായ യുദ്ധമുണ്ടാക്കിയതിന് സുപ്രീം കോടതിയാണ് ഉത്തരവാദി. സുപ്രീം കോടതി വിധി പരിധി കടക്കുകയാണ്. എല്ലാ കാര്യത്തിലും സുപ്രീം കോടതിയിലേക്ക് പോയാൽ പിന്നെ പാർലമെന്റും നിയമസഭകളും അടച്ചുപൂട്ടണം. ചീഫ് ജസ്റ്റിസിനെ നിയോഗിക്കുന്നത് രാഷ്ട്രപതിയായിരിക്കെ അതേ അതോറിറ്റിക്ക് നിർദ്ദേശം നൽകുന്നത് എങ്ങനെയാണ്? രാജ്യത്തിനായി നിയമം ഉണ്ടാക്കുന്ന പാർലമെന്റിനോട് സുപ്രീം കോടതി കൽപ്പിച്ചാൽ നാമനിർദ്ദേശം എങ്ങനെ നടത്തും? 3 മാസത്തിനകം രാഷ്ട്രപതി തീരുമാനമെടുക്കണമെന്ന് ഏത് നിയമത്തിലാണ് എഴുതിവെച്ചത്? ഇതിലൂടെ രാജ്യത്തെ അരാജകത്വത്തിലേക്ക് കൊണ്ടുപോവുകയാണെന്നും ഇക്കാര്യം പാർലമെന്റിൽ ചർച്ച ചെയ്യുമെന്നും ദുബൈ പറഞ്ഞു.